LDF ഭരണകാലത്ത് വിവാദം സൃഷ്ടിച്ച സിൽവർ ലൈൻ പദ്ധതി UDF സർക്കാർ വേണ്ടെന്ന് വെച്ചതോടെ തീരദേശ ഹൈവേയുടെ ഭാവി എന്തെന്ന ചോദ്യമുയരുകയാണ്. സംസ്ഥാനതലത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയുടെ സർവേ നടപടികൾ കൊടുങ്ങല്ലൂരിലെ എറിയാട് പഞ്ചായത്തിൽ ഏറെ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെയാണ് കടന്നുപോകുന്നത്. നിരവധി കച്ചവട സ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കി റോഡ് വികസിപ്പിക്കുന്നതിനെതിരെ മാസങ്ങളോളം സത്യാഗ്രഹ സമരം ഉൾപ്പെടെ നടന്നിരുന്നു. റോഡിന്റെ അലൈൻമെന്റ് മാറ്റണമെന്നായിരുന്നു സമരസമിതിയുടെ ആവശ്യം. തിരക്കേറിയ പ്രദേശത്തെ ഒഴിവാക്കി കടലിനോട് ചേർന്ന് തീരദേശ ഹൈവേ നിർമ്മിക്കണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. തർക്കപ്രദേശത്ത് റോഡിന്റെ വീതി കുറയ്ക്കാൻ തയ്യാറായെങ്കിലും അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം സർക്കാർ പരിഗണിച്ചിരുന്നില്ല. സമരത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത അന്നത്തെ പ്രതിപക്ഷ നേതാവായ ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ വികസനത്തിന്റെ പേരിൽ LDF സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജനവിരുദ്ധ പദ്ധതികൾക്ക് ആയുസ്സുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന ഒരു അലൈൻമെന്റ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. നിലപാട് തീരദേശ ഹൈവേ വേണ്ട. UDFിന്റെ നിലപാട് തീരദേശ ഹൈവേ വേണ്ടെന്ന്. പ്രതിഷേധങ്ങൾക്കിടയിലും തീരദേശ ഹൈവേയുടെ കടലാസ് പണികൾ പുരോഗമിച്ചിരുന്നു. പദ്ധതി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന എറിയാട് പഞ്ചായത്ത് ഓഫീസ് മാറ്റി സ്ഥാപിക്കാനായി പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുവരികയാണ്. ഇപ്പോൾ ഭരണം മാറിയതോടെ തീരദേശ ഹൈവേ അപ്പാടെ ഉപേക്ഷിക്കുമോ അതല്ല അലൈൻമെന്റ് മാറ്റുമോ എന്ന ചർച്ച സജീവമാവുകയാണ്. TCV കൊടുങ്ങല്ലൂർ.